ഇപ്പൊ അമ്മയാണെങ്കിൽ ഇതാ അമ്മ പുതിയ ട്രാൻസ്ലേഷൻ. അമ്മമ്മക്ക് അമ്മമ്മ പുതിയ ട്രാൻസ്ലേഷൻ അവൈലബിൾ. അച്ഛനാണെങ്കിൽ ഇതാ അച്ഛ ട്രാൻസ്ലേഷൻ. ഞാനിപ്പോൾ പോകുന്നതേ ഒരു കുഞ്ഞ് ട്രാൻസ്ലേറ്റർ എടുത്തേക്കാണ്. അദ്ദേഹം ഒരു കവിതാ പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുകയാണ് അല്ലേ? ഹായ്, ഇതാണ് ജഹാൻ. ഉജ്ജ്വലബാല്യം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവൻ്റെ പെയിൻറ്റിങ്സ് ഒരുപാട്, ഈ കുഞ്ഞു പ്രായത്തിനുള്ളിൽ ഒരുപാട് ചിത്രങ്ങൾ അവൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ മുത്തച്ഛൻ PK ഗോപിയുടെ പുസ്തകം ആത്മം എന്ന കവിത ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത മാസം നമ്മൾ പുറത്തിറക്കും അല്ലേ? ഞാൻ പറഞ്ഞ ജൂണോ ജൂലൈയോ. ഓക്കെ, അപ്പോൾ ജൂണിലോ ജൂലൈയിലോ അത് പുറത്തിറക്കും. അപ്പം അതിൻ്റെ വിശേഷം കാണാം. ഡ്രംസിന് മുന്നിലിരുന്നാൽ ആ ലോകത്താണ് ജഹാൻ. ഈ പ്രായത്തിനുള്ളിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ കുഞ്ഞു ജഹാൻ. 10 വയസ്സുകാരനെ പരിഭാഷയിൽ ആഗ്രഹം തോന്നിയത് ഇങ്ങനെ. എൻ്റെ അച്ഛൻ ശ്രീ PK ഗോപിയുടെ ആത്മം എന്ന കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു ട്രാൻസ്ലേറ്റർ ആയത്. ഒരു ദിവസം ഞാൻ ലെഗോ കളിച്ച് നടക്കുക, സാധാരണ പോലെ വരയ്ക്കും ലെഗോ ഒക്കെ കളിച്ച് നടക്കുക. ഞാൻ എൻ്റെ റൂമിലോട്ട് കയറി വന്ന് അപ്പം അമ്മ എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ ബുക്കല്ല, വേറൊരു എന്തായിരുന്നു ഒരിറ്റ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞ് ഒരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ചെയ്തോട്ടെ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതിനെക്കാളും വേഗം കോമിക്ക് വരച്ച് കാണിച്ചു തരുന്നല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. അപ്പം ഞാൻ പോയി അമ്മയുടെ കൂടെ. അപ്പം അമ്മ ഈ ബുക്ക് ഇത് തന്നെ കേട്ടോ തന്നത്, ആത്മം തന്നത്. എനിക്ക് അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ തോന്നിയിരുന്നോ ടഫ് ആകുന്നേ? ഉറപ്പല്ലേ, അച്ഛനെ നന്നായിട്ട് അറിയുന്നുണ്ട് ടഫാ ആകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. മൂന്നാൾക്കാരെടുത്താണ് മെയിൻലി ചോദിക്കുക. അച്ഛൻ, അമ്മമ്മ, പിന്നെ ഡോക്ടർ ആര്യാദ് ഗോപെ. ടഫ് വേർഡ്സും പിന്നെ ടഫ് സെന്റൻസസ്, ടഫ് പാരഗ്രാഫ്സ്, ടഫ് എസ്സേസ്. ഓരോ കവിതയും തർജ്ജമ ചെയ്ത് അപ്പോൾ ആരാണോ വീട്ടിലുള്ളത് അവരെ കാണിക്കും. ഇപ്പൊ ആരാ അവൈലബിൾ അറ്റ് ദ മൊമെന്റ് അങ്ങനെ പറയാം, വായിക്കാൻ കൊടുക്കും. ഇപ്പൊ അമ്മമ്മയാണെങ്കിൽ വെച്ചോ, അച്ഛനാണെങ്കിൽ വെച്ചോ, ആര്യമ്മയാണെന്ന് വെച്ചോ, ഞാൻ കൊടുക്കും. ദാ അമ്മ, ഇപ്പൊ അമ്മയാണെങ്കിൽ ദാ അമ്മ പുതിയ ട്രാൻസ്ലേഷൻ. അമ്മമ്മക്ക് അമ്മമ്മ പുതിയ ട്രാൻസ്ലേഷൻ അവൈലബിൾ. അച്ഛനാണെങ്കിൽ ഇതാ അച്ഛ ട്രാൻസ്ലേഷൻ. അങ്ങനെയല്ല, ഇതാ നോക്കിക്കോളാന്ന് പറഞ്ഞ പോലെ. മഴയെ കണ്ടപ്പോൾ എനിക്ക് കാർമൂക്കിലിനെ ഓർമ്മ വന്നു, പുഴയെ കണ്ടപ്പോൾ കടലിനെ ഓർമ്മ വന്നു, നിന്നെ കണ്ടപ്പോൾ ഹൃദയമുരുക്കിയുണ്ടാക്കിയ പ്രണയ ശില്പത്തെ ഓർമ്മ വന്നു. When I saw the rain, I got reminded of the dark clouds. When I saw the river, I got reminded of the oceans. When I saw you, I remember the statue of love made by molten hearts. ഏതെങ്കിലും കവിത ഇതിനകത്തുനിന്ന് ബുദ്ധിമുട്ടായിട്ട് ഒഴിവാക്കിയോ? ഇല്ലല്ല, ഇത്രയും നേരമായിട്ട് ഒഴിവാക്കിയില്ല. ചിലപ്പോൾ ഇനി സാധ്യതയുണ്ട്. യു നെവർ നോ ദ ഫ്യൂച്ചർ. മെറ്റമോർഫോസിസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. മനസ്സിനെ പിടിച്ചിരുത്തിയ സിനിമാ ഗാനങ്ങളും കവിതകളും മലയാളിക്ക് സമ്മാനിച്ച PK ഗോപിക്ക് കൊച്ചുമകൻ തൻ്റെ കവിത തർജ്ജമ ചെയ്യുന്നത് വലിയ സന്തോഷവും അഭിമാനവുമാണ്. ഒരു ദിവസം എന്നോട് വന്നിങ്ങനെ, ഞാൻ അച്ഛൻ്റെ കുറച്ച് കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അതൊക്കെ വളരെ ആധികാരികമായി പറയുമ്പോൾ ഓ ചെയ്തോ അങ്ങനെ പറയുകയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുപോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ചില വാക്കിൻ്റെ സംശയമൊക്കെ ചോദിക്കാൻ പല പ്രാവശ്യം എൻ്റെ അടുത്തൂടെ വരും. അപ്പോൾ ഞാൻ എഴുതുകയോ വായിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്നെ ശല്യപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ വഴിക്കങ്ങ് പോകും കേട്ടോ. അവൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പുസ്തകം കൊണ്ടൊന്ന് നിവർത്തി വെച്ച് ഈ വാക്ക് എന്താണ് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് ആ വാക്കാണ്, അതിൻ്റെ ആശയം വരത്തക്ക തരത്തിലൊരു വാക്ക് കണ്ടുപിടിച്ചാൽ മതിയാവും, അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം എന്ന് പറയും. അത് പിന്നെയും കൊണ്ടുപോയി തിരുത്തി വീണ്ടും തൃപ്തി വരുന്നിടം വരെ എൻ്റെ അടുത്ത് കൊണ്ടുവരും. വേറൊരു കവിത എടുക്കും. വേറൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹം ഒരു ചിത്രം വരച്ചുകൊണ്ട് വരും. ചിത്രവും കൂടെ അങ്ങ് വരയ്ക്കുകയാണ്. ചിത്രം മനസ്സിലുണ്ടല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു ചിത്രം കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഒരു പുസ്തകമാക്കിയാൽ അത് വളരെ വിശേഷപ്പെട്ടതായിരിക്കും. Imagine a cat falling down from a building and survives. But how? Maybe because of the 9 lives of a cat. Imagine a cat going through a tunnel while its owner is waiting at the other side. കവർ ഞാനാണ് വരച്ചത്. ഡിസൈൻ എല്ലാം എൻ്റെ അച്ഛൻ ജോബി ജോസഫ്. കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ആര്യ ഗോപിയുടെയും ജോബി ജോസഫിന്റെയും മകനാണ് സിൽവർ ഹിൽസ് സ്കൂളിലെ 6ാം ക്ലാസ്സുകാരനായ ജഹാൻ. സഞ്ജു പൊറ്റമലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.